പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഓരോ ദുർബലാവസ്ഥ, സങ്കടങ്ങളെ, പ്രയാസങ്ങളെ, ദുരിതങ്ങളെ, ഇല്ലായ്മകളൊക്കെ അനുഭവിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് ദൈവത്തോടല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ളവരോടാണ്. ചുറ്റുപാടുമുള്ളവരെയാണ് നോക്കുന്നത്. അവരൊക്കെ നമ്മളെക്കാളും ഉയർന്നു നിൽക്കുന്നുവെങ്കിൽ കാരണക്കാരനായ ദൈവമാണ്. അവിടെ ദൈവത്തെ വിരോധിക്കുകയാണോ വേണ്ടിയത്? നമ്മുടെ അവസ്ഥകളും മുൻപ് അതിനേക്കാളും ഒക്കെ എത്രയോ ഇപ്പോൾ ഉള്ളതിനേക്കാളും ഒക്കെ വളരെ പ്രയാസമായിരുന്നിരിക്കും അല്ലോ. അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ കാണാം. അപ്പോൾ അന്നത്തേതിൽ നിന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്, അങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന്, തൻ്റെ വിഭവങ്ങൾ അങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. ന്യായമാണോ എന്ന് ചിന്തിച്ചേക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, ഇത് ലൂക്കായുടെ സുവിശേഷത്തിലൊക്കെ ഈ താലന്ത് കൊടുത്തിട്ട് യജമാനൻ പ്രഭുപദവി സ്വീകരിക്കാനായിട്ട് ദൂരദേശങ്ങൾക്ക് പോയിരിക്കുകയാണ്. സാമ്രാജ്യാധിപതിയുടെ അടുക്ക് പ്രഭുപദവി അല്ലെങ്കിൽ രാജപദവി സ്വീകരിക്കാനായിട്ട് പോകുമ്പോൾ തൻ്റെ സേവകരെ വിളിച്ച്, മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, തൻ്റെ സേവകരെ വിളിച്ചിട്ട് അവനവൻ്റെ കഴിവിനനുസരിച്ച് അവർക്ക് കൊടുത്തു താലന്ത്. പക്ഷേ അതിലല്ലാതെ എല്ലാവർക്കും ഒരുപോലെ അങ്ങ് കൊടുക്കുകയല്ലായിരുന്നു. അപ്പോൾ ഒന്ന് കിട്ടിയവന്, ഏറ്റവും കുറവ് കിട്ടിയവൻ മറ്റുള്ളവരോട് അസൂയയും വെറുപ്പും കുശുമ്പും ഒക്കെ തോന്നി. അങ്ങനെ തോന്നാൻ നമ്മുടെ വകയാണെന്നോ? ദൈവം തനിക്ക് ഇഷ്ടമുള്ളത് എൻ്റെ വക, കർത്താവ് വിശുദ്ധ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, എൻ്റെ വകകൾ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ കൊടുത്തുകൂടെ? അതിന് മറ്റുള്ളവർക്ക് എന്താ പറയുന്നത്? അപ്പോൾ അവന് കൊടുത്തതും നമുക്കില്ലായ്മ കുറവ് വന്നതും നമ്മുടെ കഴിവ് കേടുകൊണ്ടാണ്. കഴിവ് കുറച്ചുള്ളവർക്ക് കുറച്ച് കൊടുത്തു, കൂടുതലുള്ളവർ കൂടുതൽ കൊടുത്തു. അപ്പോൾ അവരെ ദൂഷിക്കാൻ നമ്മൾക്ക് അധികാരമില്ല. ദൈവത്തിൻ്റെ അധികാരമാണ് അത്. ദൈവമാണ് കൊടുത്തത്. നമ്മുടെ എല്ലാവരുടെയും തന്നെ വിധികർത്താവ് ദൈവമാണ്, ദാതാവ് ദൈവമാണ്. അപ്പോൾ നമ്മൾക്ക് മറ്റുള്ളവരെ ദൂഷിക്കാനോ നിന്ദിക്കാനോ അവകാശമില്ല, കുശുമ്പ് കാണിക്കാൻ അവകാശമില്ല. ഈ ഉള്ളവർ, കൂടുതൽ കിട്ടിയവരെന്ത് ചെയ്യണം? ഉയർച്ച പ്രാപിച്ചവരില്ലാത്തവരെ നിന്ദയോടെ അവഗണനയോടെ കാണരുത്. എന്തിനാണ് നിങ്ങൾക്ക് കൂടുതൽ തന്നത്? അതിൻ്റെ ഉദ്ദേശം, ഈ ഇല്ലാത്തവന് കഴിവില്ലാത്തതുകൊണ്ടാണ് അവന് കൂടുതൽ കൊടുക്കാത്തത്. അവനത് കൂടുതൽ കൊടുത്താലും അതുകൊണ്ട് പ്രയോജനമില്ല, നശിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ദൈവം എന്തു ചെയ്തു? നിങ്ങളെ ഏൽപ്പിച്ചു. അത് മറ്റവൻ്റെ ഇല്ലാത്തവൻ്റെ ആവശ്യ അവസരങ്ങളിൽ അവനത് കൊടുത്തിരിക്കണം. അവൻ്റെ ആവശ്യങ്ങളിൽ അവൻ വന്ന് കരഞ്ഞ് യാചിക്കുന്നതിന് മുൻപേ അവൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ്, അവൻ്റെ ഇല്ലായ്മ അറിഞ്ഞ് അവിടെ നീ ചെയ്തിരിക്കണം. അത് നിൻ്റെ കടമയാണ്, അല്ലാതെ അത് ഔദാര്യമല്ല. കർത്താവ് പറയുന്നുണ്ട്, സങ്കീർത്തനം 52 അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും. എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. സകല പ്രപഞ്ചങ്ങളിലും ആകാശത്തിലും ഭൂമിയിലും സർവ്വസ്ഥലത്തും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് കർത്താവിൻ്റെ നാമമാണ്. അതുകൊണ്ട് എന്തുവാ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? എല്ലാത്തിനും, ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും എല്ലാത്തിനും കർത്താവിനെ മറ്റ് ജനതകളുടെ മുൻപിൽ, കർത്താവിനെ അറിയാത്ത ജനതകളുടെ മുൻപിൽ കർത്താവിനെ നാം പ്രഘോഷിക്കണം, നന്ദി പറഞ്ഞ് സ്തുതിച്ച് പ്രഘോഷിക്കണം. അവിടത്തേക്ക് അങ്ങനെ മഹത്വം അർപ്പിക്കണം എപ്പോഴും. ഇതാണ് ആഗ്രഹിക്കുന്നത്. ഇത് നമ്മൾ ചെയ്തിരുന്നാൽ നമ്മുടെ ഈ സ്ഥിതികൾ മാറും. അല്ലാതെ മറ്റുള്ളവരെ നോക്കി അസൂയപ്പെടുകയല്ല. ഇങ്ങനെ ചെയ്താൽ ദൈവം തീർച്ചയായിട്ടും അവസ്ഥകൾ മാറ്റും. അതിനുള്ള കഴിവ് ദൈവത്തിനാണുള്ളത്.